ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ വിദേശകാര്യമന്ത്രി നടത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെ പ്രമുഖ നേതാവായ രാഹുൽ ഗാന്ധി ചൈനയുടെ നയതന്ത്ര പ്രതിനിധിയുമായി രഹസ്യ കൂടിക്കാഴ്ച നടത്തിയെന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. അസാധാരണമായ ഇടപെടലുകളാണ് ഇവരുടേത്. ടൈംസ് നൗ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഉണ്ടായിരിക്കുന്നത്. നേരത്തെ തന്നെ നെഹ്റു കുടുംബവും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ രഹസ്യമായ ചർച്ചകളും കൂടിക്കാഴ്ചകളും നടന്നിട്ടുണ്ട് എന്നും പല സുപ്രധാന തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് എന്നുമുള്ള ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. UPA ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും അടക്കമുള്ള നെഹ്റു കുടുംബാംഗങ്ങൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളെ കാണുകയും അവരുമായി രഹസ്യ ചർച്ചകൾ നടത്തുകയും ചെയ്തുവെന്നാണ് പിന്നീട് ഉയർന്നു വന്ന ആരോപണങ്ങൾ. ഇവർ തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്നാണ് BJP എക്കാലവും ആരോപിക്കുന്നത്. ഇപ്പോഴിതാ രാജ്യത്തിന്റെ വിദേശകാര്യ മന്ത്രി തന്നെ ചൈനയുടെ നയതന്ത്ര പ്രതിനിധി രഹസ്യമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ കണ്ട് ചർച്ച നടത്തിയെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് ഇക്കാര്യത്തിൽ മൗനം പാലിക്കുമ്പോൾ ചൈനീസ് എംബസി രാഹുലും നയതന്ത്ര പ്രതിനിധിയും ഒപ്പമുള്ള ചിത്രം പ്രസിദ്ധീകരിക്കുകയായിരുന്നു. രഹസ്യ കൂടിക്കാഴ്ച സംബന്ധിച്ച് രാഹുൽ നിലപാട് വ്യക്തമാക്കണമെന്നാണ് വിദേശകാര്യമന്ത്രി ആവശ്യപ്പെട്ടത്. ഉക്രൈൻ യുദ്ധം ആരംഭിച്ച സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഷെല്ലിംഗ് നിർത്തിവെക്കുകയും ഭാരതത്തിലെ വിദ്യാർത്ഥികളെ സുരക്ഷിതമായി ഇന്ത്യയിൽ തിരിച്ചെത്തിക്കുവാനുള്ള അവസരം ഒരുക്കി തരികയും ചെയ്തത്. കഴിഞ്ഞ 10 വർഷം ലോകത്ത് ഇന്ത്യയുടെ പ്രതിച്ഛായ ഉയരുകയും രാജ്യം പുതിയ ഉയരങ്ങൾ താണ്ടുകയുമായിരുന്നു. നിരവധി കാരണങ്ങൾ അതിനുണ്ട്. രാജ്യം ശക്തമായ നേതാവിന്റെ പ്രതിച്ഛായയിലാണ്. ഭാരതത്തെക്കുറിച്ച് ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ വളരെ നന്നായി അവതരിപ്പിക്കുകയായിരുന്നു. രാജ്യത്തിന്റെ പ്രതിച്ഛായ ഉയരുന്നതിന് ഇത് വളരെയേറെ സഹായിച്ചു. മോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു. കോവിഡ് കൈകാര്യം ചെയ്യുന്നതിനെയും സാമ്പത്തിക മാനേജ്മെന്റിനെയും ഫാർമസ്യൂട്ടിക്കൽ വ്യവസായത്തെയും വരെ ഇവർ വിമർശിച്ചു. പാശ്ചാത്യ മാധ്യമങ്ങൾ എപ്പോഴും ഭാരതത്തിനെതിരെ വിമർശന ബുദ്ധിയോടെ വാർത്തകൾ സൃഷ്ടിച്ചു. നമ്മുടെ സംവിധാനത്തെ, തെരഞ്ഞെടുപ്പ് രീതിയെ, തെരഞ്ഞെടുപ്പ് സമയത്തെ, കാലാവസ്ഥയെക്കുറിച്ചെല്ലാം വിമർശനം ഉന്നയിക്കുകയാണ് അവർ പതിവായി ചെയ്യുന്നത്. വളരുന്ന രാഷ്ട്രങ്ങളെ വിമർശിക്കുന്നത് അവർ പണ്ട് മുതൽ തുടരുന്ന രീതിയാണ്. സമയം മാറിയെങ്കിലും അവർ മാറിയിട്ടില്ല എന്നും ഇതിന്റെ തുടർച്ചയായിട്ട് എസ് ജയശങ്കർ പറയുന്നുണ്ട്. ചൈനയുമായുള്ള ബന്ധത്തിൽ കോൺഗ്രസ് സർക്കാരിന് പറ്റിയ തെറ്റുമൂലമാണ് 1962 ആക്രമിച്ച് ചൈന ഭാരതത്തിന്റെ കുറേയേറെ പ്രദേശങ്ങൾ കൈവശപ്പെടുത്തിയത്. അന്ന് സർദാർ വല്ലഭായ് പട്ടേൽ പറയുന്നത് കേൾക്കാതെ ജവഹർലാൽ നെഹ്റുവായിരുന്നു ചൈനീസ് നയം രൂപീകരിച്ചത്. അവർ അക്സായി റോഡ് നിർമ്മിക്കുകയും ചെയ്തു. നെഹ്റുവിന്റെ വിദേശ നയത്തെക്കുറിച്ച് നിരവധി ചർച്ചകൾ പാർലമെന്റിൽ നടന്നിരുന്നുവെന്ന് ജയശങ്കർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യം, അന്ന് തൊട്ട് ചൈനയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ കോൺഗ്രസ് ഗവൺമെന്റുകളുടെ ബന്ധം രാജ്യത്തിന് നഷ്ടം മാത്രമേ വരുത്തി വെച്ചിട്ടുള്ളൂ. ഇപ്പോഴിതാ ചൈനീസ് നയതന്ത്ര പ്രതിനിധി ഒരു ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ രഹസ്യമായി സന്ദർശിക്കുകയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പായി അത്തരം ഒരു സന്ദർശനം വരുമ്പോൾ അതിന്റെ ഉദ്ദേശശുദ്ധി സ്വാഭാവികമായി ചോദ്യം ചെയ്യപ്പെടും. അത് തന്നെയാണ് ഇവിടെ ജയശങ്കർ ചൂണ്ടിക്കാട്ടുന്നത്. ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ സ്വതന്ത്ര ഇന്ത്യയുടെ അധികാരത്തിലേക്ക് എത്തുന്നത് കോൺഗ്രസ് പാർട്ടിയും നെഹ്റുവും തന്നെയാണ്. നെഹ്റു കുടുംബമാണ് ഏറെക്കാലം ഇന്ത്യ ഭരിച്ചത്. അവരും ചൈനയും തമ്മിലുള്ള ബന്ധമെടുത്താൽ 1962 നമുക്ക് നഷ്ടമായ ഭൂപ്രദേശങ്ങൾ തിരിച്ചുപിടിക്കാൻ ഒരു നടപടിയും പിൽക്കാലത്ത് വന്ന ഒരു കോൺഗ്രസിന്റെ ഭരണാധികാരിയും ചെയ്തിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. നമ്മൾ ഏറ്റവും ശക്തയായ പ്രധാനമന്ത്രി എന്ന് പറയുന്ന നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ പോലും ചൈന പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരികെ പിടിക്കാനുള്ള ഒരു ശ്രമവും ഉണ്ടായിട്ടില്ല. പാകിസ്ഥാനോട് വരെ യുദ്ധം ചെയ്തപ്പോഴും ചൈനയോട് യുദ്ധം ചെയ്യാനോ നഷ്ടമായ ഭൂപ്രദേശങ്ങൾ തിരിച്ചു പിടിക്കാനോ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ വിദേശ നയത്തെ എക്കാലവും BJP ഉൾപ്പെടെയുള്ള വലതുപക്ഷ പാർട്ടികൾ ശക്തമായി തന്നെ വിമർശിച്ചു പോരുകയാണ് പതിവ്. ഇപ്പോഴിതാ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പലപ്പോഴും ചൈനയ്ക്ക് അനുകൂലമായാണ് പല കാര്യങ്ങളും പറയുന്നത് എന്നതടക്കമുള്ള ആരോപണങ്ങൾ തെരഞ്ഞെടുപ്പ് കാലത്ത് പല നേതാക്കളും ഉയർത്തുന്നുണ്ട്. ഉദാഹരണത്തിന് ഗാൽവാൻ വാലി സംഘർഷം ഉണ്ടായ സമയത്ത് ചൈന ഇന്ത്യയുടെ കിലോമീറ്റർ കണക്കിന് പ്രദേശങ്ങൾ കയ്യേറിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ പ്രതിരോധത്തിലാക്കുന്ന പല സ്റ്റേറ്റ്മെന്റുകളും അക്കാലത്ത് രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ജയശങ്കർ ഉന്നയിച്ചിരിക്കുന്ന ഗൗരവമുള്ള ഒരു ആരോപണം. ചൈനീസ് നയതന്ത്ര പ്രതിനിധിയുമായിട്ട് ഇന്ത്യയുടെ പ്രതിപക്ഷത്തെ ഒരു MP മാത്രമായ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തേണ്ട ആവശ്യം എന്തായിരുന്നു? അഥവാ കൂടിക്കാഴ്ച നടത്തിയെങ്കിൽ തന്നെ എന്തായിരുന്നു അവിടെ ചർച്ചയായത്? ഈ വിഷയങ്ങൾ പുറത്തു പറയണമെന്നാണ് എസ് ജയശങ്കർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്.